എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു LGS എക്സാം നടന്നിരുന്നു. ഇന്ന് നടന്ന LGS ഓഫീസ് അറ്റൻഡർ അതുപോലെ തന്നെ പിയൂണ് തുടങ്ങിയൊരു എക്സാം ഇന്ന് നടന്നിരുന്നു. ആ എക്സാമിൻ്റെ LGSൻ്റെ NCA എക്സാമാണ്. അപ്പോൾ ആ എക്സാമിൻ്റെ ആൻസർ കീയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ആൻസർ കീ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് നടന്ന എക്സാമാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ ഒരു ഇത് വരുമ്പം LGS വേരിയസ് ഒക്കെ എഴുതുന്നവർക്ക് കുറച്ച് ഉപകാരപ്രദമാവും ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ. അപ്പോൾ നമുക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കീ നോക്കാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ ചാനൽ കാണാൻ ശ്രമിക്കുക, ക്ലാസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻ കോഡ് B ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നത് ശരിയാണ്. മലബാർ സ്പെഷ്യൽ പോലീസ് എന്നൊരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു ശരിയാണ്. MSP ബറ്റാലിയൻ എന്നൊക്കെ അങ്ങനെയാണ് വന്നത്. അതുപോലെ തന്നെ കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു ശരിയാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിൻ്റെ കാരണം ശരിയാണ്. ഓപ്ഷൻ D ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 1, 2, 3, 4 ശരിയായിട്ട് വരുന്നത്. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുമെന്നാണ്. കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുമെന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് കുണ്ട്ര വിളംബരം വരും. അത് കഴിഞ്ഞ് വരുന്നതാണ് മലയാളി മെമ്മോറിയൽ വരും. കുണ്ട്ര വിളംബരം, മലയാളി മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം, അതുപോലെ തന്നെ നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ കാലഗണന അനുസരിച്ചാകുമ്പോൾ ഓപ്ഷൻ C ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. അപ്പോൾ ചേരുംപടി ചേർക്കുക നവോത്ഥാന നായകരും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സംഘടനകളും തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, നമുക്കറിയാം അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാസഭ നമ്മൾ പഠിച്ചതാണ്, അറിയാം. അതുപോലെ തന്നെ വാക്ഫടാനന്ദൻ ആത്മവിദ്യാസംഘം നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. ഇപ്പോൾ എൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ A ആണ്. 1, 2, 2, 3, 3, 4, 4, 1. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? ആൻസർ ഓപ്ഷൻ B ആണ്, വേദാതി നിരൂപണം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഇപ്പോൾ ശരിയായത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭം ശരിയാണ്. TK മാധവ് നേതൃത്വം നൽകി ശരിയാണ്. AK ഗോപാലൻ വാളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ സവർണജാഥ നയിച്ചു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഓപ്ഷൻ B ആണ്. 1, 2, 4 ശരിയായിട്ടുള്ള പ്രസ്താവന വരുന്നത്. 5ന് ആൻസർ ഓപ്ഷൻ B ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ C 1950 ജനുവരി 26. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, 6 മുതൽ 14 വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനയുടെ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ B 86ാം ഭേദഗതി 2002. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ C ഭാഗം 4A. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? നമുക്കെല്ലാവർക്കും ഒരു ഓപ്ഷൻ A സ്വത്തവകാശം. പത്താമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്താണ്? ആൻസർ ഓപ്ഷൻ A ബ്രിട്ടൻ ആണ്. 11, ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ D ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. 12ാമത്തെ ചോദ്യം, നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓപ്ഷൻ B ഓം ബിർളയാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ശരിയാണ്, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകനല്ല, അയാളല്ല സ്ഥാപകൻ. അതുപോലെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ മൂന്നാമത്തെയാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓപ്ഷൻ C 3 ആൻസറായിട്ട് വരുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ A ബാലഗംഗാധര തിലകൻ. 15ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1, കർഷകരുടെ ദുരിതങ്ങൾ ശരിയാണ്.
കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം ശരിയാണ്. രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപ്പായിമാരുടെ ദുരിതങ്ങൾ. അപ്പോൾ ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ് ശരിയായിട്ട് വരുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ ബി അരുണ ആസഫ് അലിയാണ്. 17ാമത്തേത്, ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി രൂപീകരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി സൂര്യ സെന്നെ. 18ാമത്തെ ക്വസ്റ്റ്യന്, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി വിക്രം സാരാഭായ്. 19, ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി റഷ്യയാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ഡി സുസ്ഥിര വികസനം. 21ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കേരള സർക്കാരിൻ്റെ ഇ ഗവേൺസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏതൊക്കെയാണ്? അപ്പം സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഇതെല്ലാം വരുന്നതാണ്. ഉടമസ്ഥാവകാശം സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കെട്ടിട നികുതി അടയ്ക്കൽ, ഇതെല്ലാം വരും. അതിന് ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം. 22ാമത്തെ ചോദ്യം, റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സേഫ് കേരള. 23ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ VP മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കുക എന്നാണ്. പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ആൻസറായിട്ട് വരുന്നത്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. എയും സിയുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. 24ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ 1961 വരെ പോർച്ചുഗലിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏത്? ആൻസർ ഓപ്ഷൻ എ ഗോവ. 25ാമത്തെ ക്വസ്റ്റ്യൻ, അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. 26ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്ര എന്നാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്കും, അതുപോലെ തന്നെ 37 ഡിഗ്രി 6 വടക്കും. 27ാമത്തെ ചോദ്യം ഗംഗയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇത് ഡിലീഷൻ വരുമേ, ഇത് തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യനാണ് വരുന്നത്. ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്. അപ്പം 28ാമത്തെ ചോദ്യം, വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി ഏതാണ്? ഓപ്ഷൻ ഡി ഫെർട്ടിഗേഷൻ ആണ് ആൻസറായിട്ട് വരുന്നത്. 29, മൺസൂൺ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. 30, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തതെന്നാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കേരളത്തിൻ്റെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴയാണ്. അത് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റാണ് വരുന്നത്. അപ്പോൾ ഏതായാലും കൂടുതൽ നീളമുള്ള നദി? പെരിയാറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ 31ാമത്തെ ക്വസ്റ്റ്യൻ, 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ജീവിതം ഒരു പെൻഡുലം. 32ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായിട്ട് ആചരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ചെറുധാന്യ വർഷം. 33ാമത്തെ ചോദ്യം, പെരിയാറിൻ്റെ പോഷക നദികൾ ഏതൊക്കെ? പെരിയാറിൻ്റെ പോഷക നദികൾ ഏതൊക്കെ? മുതിരമ്പുഴ പെരിയാറിൻ്റെ പോഷക നദി, അതുപോലെ തന്നെ പെരിഞ്ചാംകുട്ടിയാറ്, തൊടുപുഴയാറ് വരത്തില്ല, അതുപോലെ തന്നെ കട്ടപ്പനയാറ്. അപ്പം ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 1, 2, 4 ആണ് വരുന്നത്. 34ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. പട്ടിക 1, പട്ടിക 2, അതായത് വന്യജീവി സങ്കേതങ്ങളും ജില്ലയും തന്നിട്ടുണ്ട്. ഏതൊക്കെ ജില്ലയിലാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നെയ്യാറ് നമുക്കറിയാം, തിരുവനന്തപുരം എന്നറിയാം. നെയ്യാറ് തിരുവനന്തപുരം. ചെന്തുരണി വന്യജീവി സങ്കേതം കൊല്ലത്താണ് നമുക്കറിയാം. കരിമ്പുഴ മലപ്പുറത്താണ്. അതുപോലെ തന്നെ കൊട്ടിയൂർ കണ്ണൂരാണ് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, ആൻസറായിട്ട് വരുന്നത്. 35ാമത്തെ ചോദ്യം, 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കരീക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി mRNA വാക്സിൻ വികസിപ്പിച്ചതിനാണ്. 36ാമത്തെ ചോദ്യം, ഇരവിക്കുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളുണ്ട്. ഇതിൻ്റെ തെറ്റായിട്ടുള്ള പ്രസ്താവന തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന വരുന്നത്. ഇപ്പോൾ എൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി 4 മാത്രമാണ്. 37ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത് ഏതെന്നാണ്? ആൻസർ ഓപ്ഷൻ എ പോത്തുങ്കൽ. 38, തണ്ണീർമുക്കം മണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ? ഓപ്ഷൻ ബി വേമ്പനാട്ട് കായൽ.
39 മുതിരമ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും കണ്ടെത്തുക. അപ്പോൾ ഏതാണ്? പള്ളിവാസൽ, ചെങ്കുളം മാത്രമാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ എ 1 മാത്രമാണ്. 40ാമത്തെ ചോദ്യം, കേരളത്തിലെ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 3ാമത്തെ ഇതാണ് ശരിയായിട്ടുള്ളത്. റബ്ബർ ധാരാളമായി പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളത് ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, 1 മാത്രമേ. 41ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ നൽകിയിരിക്കുന്നതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതെല്ലാം എന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 2 മാത്രമാണ്. നർമ്മദ, താപ്തി. ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം. അതുപോലെ 42ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 1ൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ ഡോക്ടർ പി വീരമുത്തുവേൽ. 43 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളം ഏലം വിളയുടെ വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം. ഓപ്ഷൻ സി നീർവാർച്ചയുള്ള മണ്ണാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. 44ാമത്തെ ചോദ്യം, ഡിസംബർ 1 നടന്ന COP28 ഉച്ചകോടി COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാലാവസ്ഥാ വ്യതിയാനമാണ്. 45 ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം. ഓപ്ഷൻ എ 11. 46 കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു? ഓപ്ഷൻ ഡി തിരൂർ മുതൽ ബേപ്പൂർ വരെ. 47 ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി പാലാണ്. 48 UK, ഇന്ത്യ, കെനിയ എന്നീ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്ത്? ആൻസർ ഓപ്ഷൻ ബി കോമൺവെൽത്ത് രാജ്യങ്ങളാണ്. 49 ഹരിതഗ്രഹ വാതകങ്ങളിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി നൈട്രജൻ. 50ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമിയാണ്. INA-യുമായി ബന്ധപ്പെട്ട നേതാക്കൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്, ക്യാപ്റ്റൻ ലക്ഷ്മി. 51 ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി തമിഴ്നാട്. 52 താഴെ എഴുതിയവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി സുന്ദർബൻ ഡെൽറ്റയാണ്. 53 കേരളത്തിലെ കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ആൻസർ ഓപ്ഷൻ ഡി പറമ്പിക്കുളം. 54 താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. മനുഷ്യശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്ന രക്തപര്യായന വ്യവസ്ഥയാണ്. ശരിയാണ്. രക്തപര്യായന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. ശരിയാണ്. അതുപോലെ തന്നെ മനുഷ്യശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നാഡീവ്യവസ്ഥയാണ്. ശരിയാണ്. അതുപോലെ തന്നെ നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കയും കരളും. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 2, 3 ശരി, 4 തെറ്റ്. 55 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ സി കോഴിക്കോടാണ്. 56 പരിസ്ഥിതി സൗഹാർദ്ദപരമായ നിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി ഉറുമ്പുപൊടിയാണ്. 57 വേരുകൾ വായുവിലേക്ക് വളർത്തുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷിരീതിയാണ്. ആൻസർ എ ഓപ്ഷൻ എ എയറോപോണിക്സ്. 58 അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം ഓർ വിറ്റമിൻ ഏത്? അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ജീവകം ഡി കണ എന്നാണ്. റിക്കറ്റ്സ് കണ. 59 വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ നെല്ലാണ് ആൻസറായിട്ട് വരുന്നത്. 60 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാക്കുന്നത് ഏത് സന്ദർഭത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ. 61 ഇരുമ്പിൻ്റെ അയിര് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ഹെമറ്റൈറ്റ് ആണ് ഇരുമ്പിൻ്റെ അയിര്. 62 പാരപ്പെറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം ഏത്? ആൻസർ ഓപ്ഷൻ സി ഗതികോർജ്ജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജ്ജം കുറയുന്നു. 63 ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ഒഡീഷയാണ്. 64 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സ്പെയിനാണ്. 65 ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏത്? ആൻസർ ഓപ്ഷൻ ബി പ്രകീർണനമാണ്. 66
ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ശരിയായവ എന്നാണ്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നത് ശരിയാണ്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നത് തെറ്റാണ്. ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്, 1ഉം 3ഉം. 67 നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ ബി എൽസ ആണ്. 68 2023 പരിസ്ഥിതി ദിനം സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. 69 ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഘുഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി അമിനോ ആസിഡ്. 70ാമത്തെ ക്വസ്റ്റ്യൻ, കാൽ വിരലുകൾക്കിടയിൽ പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാകുന്ന അത്ലറ്റ്സ് ഫ്രൂട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഫംഗസ് ആണ്. 71 പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്ന ഏത് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ്? ആൻസർ ഓപ്ഷൻ എ ഇൻസുലിൻ. 72 18 വയസ്സിൽ താഴെയുള്ള പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആരോഗ്യ കിരണം. 73 ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി കക്കോടി, കോഴിക്കോട്. 74 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞനാരാണ്? ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ MS സ്വാമിനാഥൻ. 75 ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി പെരികാർഡിയം. 76 ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏത്? ആൻസർ ഓപ്ഷൻ സി BCG. 77 ഇന്ത്യയിലെ ആദ്യ മണ്ണ് മ്യൂസിയം സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ എ തിരുവനന്തപുരം. 78 താഴെ തന്നിരിക്കുന്നതിൽ വിസർജനാവയവം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഹൃദയമാണ് ആൻസറായിട്ട് വരുന്നത്. 79 ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമേത്? ആൻസർ ഓപ്ഷൻ എ എയ്ഡ്സ് ആണ്, ബാക്കിയെല്ലാം ബാക്ടീരിയ ആണ്. 80 പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി എംഫീസീമ. 81 ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് 289 ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്രയാണെന്ന്? എൻ്റെ ആൻസർ ഓപ്ഷൻ സി 17 മീറ്റർ. 82 മകൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം. 10 വർഷം കഴിഞ്ഞ് മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാവും അച്ഛൻ്റെ പ്രായമെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണെന്ന് ഞാൻ ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അതുപോലെ തന്നെ 83ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി 20 ആണ് വരുന്നത്. 84ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി 8 ആണ് വരുന്നത്. 85ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി 11 ആണ് വരുന്നത്. അതുപോലെ 86ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി 0.1 ആണ് വരുന്നത്. അതുപോലെ തന്നെ 87ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 42 ആണ് വരുന്നത്. അതുപോലെ 88ാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി 1/4 ആണ് വരുന്നത്. 89ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ആൻസർ ഓപ്ഷൻ ബി 5 ആണ് ആൻസറായിട്ട് വരുന്നത്. 90ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ 12 ആണ് വരുന്നത്. 91ൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി 102 ആണ്. 92ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 0.25 ആണ് വരുന്നത്. 93ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 92 ആണ്. അതുപോലെ തന്നെ 94ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ 11 സ്ക്വയർ ആണ്, 11ൻ്റെ സ്ക്വയർ ആണ് വരുന്നത്. 95ൻ്റെ ആൻസർ ഓപ്ഷൻ എ 95ൻ്റെ ആൻസർ ഓപ്ഷൻ എ 88 ആണ് വരുന്നത്. അതുപോലെ തന്നെ 96ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി 8% വരുന്നത്. 97ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ 18. അതുപോലെ തന്നെ 98ൻ്റെ ആൻസർ ഓപ്ഷൻ സി 312 കിലോമീറ്റർ. അതുപോലെ 99ൻ്റെ ആൻസർ ഓപ്ഷൻ സി 45. 100ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ എ ത്രികോണമാണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നടന്ന LGS എക്സാമിൻ്റെ ഇന്ന് നടന്ന LGS എക്സാമിൻ്റെ ഓഫീസ് അറ്റൻഡർ അതുപോലെ പിയൂണ് തുടങ്ങിയ ആ തസ്തികളുടെയൊക്കെ എക്സാമിൻ്റെ ആൻസർ കീ ഇത്രയുമാണ്. നമ്മൾ കണ്ടുപിടിച്ച ആൻസർ കീ ഇത്രയാണ്. അപ്പോൾ മാക്സിമം ഈ എക്സാം എഴുതിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നത്? വളരെ നോർമലായിട്ടുള്ളൊരു എക്സാമാണ്. അപ്പോൾ എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തണേ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ പരീക്ഷ എഴുതിയവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.